എന്താണ് EWS? എല്ലാ പ്രേക്ഷകർക്കും ഹെൽപ്പ് ഡെസ്കിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. തലശ്ശേരി അതിരൂപത അതിൻ്റെ പ്ലാറ്റിനം ജൂബിലിയിലേക്ക് അടുക്കുമ്പോൾ തങ്ങളുടെ ദൈവജനത്തെക്കുറിച്ച് സവിശേഷമായി ചിന്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഹെൽപ്പ് ഡെസ്ക് രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും പിന്നോക്കാവസ്ഥ അത് പരിഹരിക്കപ്പെട്ട് സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് നമ്മളെ എത്തിക്കുക എന്നുള്ള വലിയ ലക്ഷ്യവുമായിട്ടാണ് ഹെൽപ്പ് ഡെസ്ക് തലശ്ശേരി അതിരൂപതയിൽ ഊർജിതമായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ സംവദിക്കാൻ ആഗ്രഹിക്കുന്നത് EWSനെ കുറിച്ചാണ്. പല യുവജനങ്ങളോട് സംവദിക്കുമ്പോഴും എല്ലാ യുവജനങ്ങളുടെയും വലിയ വിഷമവും വേദനയുമാണ് നമ്മളൊരു ജനറൽ കാറ്റഗറിയായി പോയി എന്നുള്ളത്. 4 ദിവസങ്ങൾക്ക് മുൻപ് ഞാനൊരു ചെറുപ്പക്കാരനുമായിട്ട് സംസാരിക്കാൻ ഇടവന്നപ്പോൾ ആ ചെറുപ്പക്കാരൻ്റെ മുൻപിലെ വലിയ രോദനം ഇതാണ്. അവൻ നെറ്റ് എക്സാം എഴുതുന്നുണ്ട്, പക്ഷേ കിട്ടുന്നില്ല. എന്നാൽ അവൻ്റെ അപ്പുറവും ഇപ്പുറവും ഒക്കെ ഇരുന്ന് പഠിക്കുന്നവർക്ക് വളരെ വേഗത്തിൽ ഈ എക്സാം പാസ്സാകാൻ വേണ്ടി സാധിക്കുന്നു. അവന് വലിയ പ്രയാസത്തിൻ്റെ അവസ്ഥകളാണ്. എന്നാൽ നമ്മുടെ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാവുകയും നമുക്കിന്ന് ലഭിക്കപ്പെട്ടിരിക്കുന്ന സംവരണത്തെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും മനസ്സിലാക്കുകയും ചെയ്യുക എന്നതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശ്രമിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്താണ് EWS, എങ്ങനെയാണ് ഇത് നമ്മളെ പിന്നോക്കാവസ്ഥയിലായിരിക്കുന്ന നമ്മളെ മുന്നോക്ക നിരയിലേക്ക് മുൻപോട്ട് കൊണ്ടുവരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ വീഡിയോ ആരംഭിക്കുന്നതിന് മുൻപ് എനിക്ക് നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ള പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. നമുക്ക് ഒത്തിരി അവസരങ്ങൾ ലഭിക്കുമ്പോഴും ഒത്തിരി സാധ്യതകൾ നമ്മുടെ മുൻപിൽ തെളിഞ്ഞു നിൽക്കുമ്പോഴും അജ്ഞതയാണ്, നിസ്സംഗതയാണ് നമ്മൾ പലപ്പോഴും മുൻപോട്ട് വരാത്തതിനുള്ള പ്രധാനപ്പെട്ട കാരണം തലശ്ശേരി അതിരൂപത തന്നെയും EWSനെ കുറിച്ച്, EWS സർട്ടിഫിക്കറ്റിനെ കുറിച്ച്, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പല മേഖലകളിൽ പല രീതികളിൽ നമ്മളെ ബോധവാന്മാരാക്കാൻ പരിശ്രമിക്കുമ്പോഴും പലപ്പോഴും ഇന്നത്തെ തലമുറയും മാതാപിതാക്കളും യുവജനങ്ങളും ഇതിനെ തമസ്കരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അല്പസമയമെടുത്ത് ഈ വീഡിയോ ശ്രദ്ധാപൂർവം കാണുകയും ഒപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കിട്ടുന്ന അറിവുകൾ പ്രയോജനപ്പെടുത്തി നിങ്ങൾ ഓരോരുത്തരും EWS സർട്ടിഫിക്കറ്റ് നമ്മളുടെ ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായ അവസരങ്ങളിലേക്ക് കണ്ണു തുറക്കുകയും ചെയ്യണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. എന്താണ് EWS? ഇക്കണോമിക്കലി വീക്കർ സെഷൻ എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. മുന്നോക്ക വിഭാഗത്തിലുള്ള പിന്നോക്കാവസ്ഥയിൽ കഴിയുന്നവരെ മുൻപോട്ട് കൊണ്ടുവരാനുള്ള സംവരണമാണ് EWS എന്ന് പറയുന്നത്. ക്രൈസ്തവ, ബ്രാഹ്മണ, നായർ സമുദായത്തിൽപ്പെട്ടവരാണ് മുന്നോക്ക വിഭാഗങ്ങൾ എന്നറിയപ്പെടുന്നത്. അവർക്ക് ഇന്ന് വരെയും നാളിതുവരെയും ആനുകൂല്യങ്ങളൊന്നും ലഭിക്കുന്നില്ലായിരുന്നു. അവരിൽ സാമ്പത്തിക പിന്നോക്കാവസ്ഥ നേരിടുന്നവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അവതരിപ്പിക്കപ്പെട്ട നല്ല ഒരു പ്രൊജക്റ്റാണ് EWS. 10% വരെ സംവരണമാണ് ഇതിൻ്റെ പിന്നിൽ നൽകപ്പെടുന്നത്. അതുകൊണ്ട് EWS എങ്ങനെ പ്രയോജനപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. SSLC പരീക്ഷയിൽ 4 A+ഉം 2 Aയും ബാക്കി B+ഉം Bയും ഒക്കെയും കിട്ടിയ ഒരു 10ാം ക്ലാസ്സുകാരൻ, എന്നാൽ 9 A+ഉമായിട്ട് നിൽക്കുന്ന ഒരു പെൺകുട്ടി, ഇവർ രണ്ടുപേരും +1 പ്രവേശനത്തിനായിട്ട് അപേക്ഷ കൊടുത്ത് ഏകജാലകത്തിലൂടെ പ്രവേശനം കാത്തിരിക്കുകയാണ്. ഈ 4 A+ കിട്ടിയവൻ EWS സർട്ടിഫിക്കറ്റിൻ്റെ സഹായത്തോടുകൂടി അപേക്ഷ വയ്ക്കുന്നു. അവൻ ആഗ്രഹിച്ച വിദ്യാലയത്തിൽ, ആഗ്രഹിച്ച കോഴ്സിൽ ആദ്യ അലോട്ട്മെൻറ്റിൽ പ്രവേശനം ഉറപ്പാക്കുന്നു. പക്ഷേ 9 A+ നേടിയ ആ പെൺകുട്ടി കാത്തിരിക്കുകയാണ്. 1ാമത്തെ അലോട്ട്മെൻറ്റിൽ അവൾ ആഗ്രഹിച്ച സ്കൂൾ കിട്ടുന്നില്ല, ആഗ്രഹിച്ച സബ്ജക്റ്റ് കിട്ടുന്നുണ്ട്. 2ാമത്തെ അലോട്ട്മെൻറ്റിലും അവൾക്ക് ആഗ്രഹിച്ച സ്കൂള് എത്തിപ്പെടാൻ വേണ്ടി സാധിക്കുന്നില്ല. 3ാമത്തെ അലോട്ട്മെൻറ്റിലാണ് ആ പെൺകുട്ടിക്ക് ലഭിക്കുന്നത്. നോക്കുക, രണ്ടുപേരുടെയും വിദ്യാഭ്യാസത്തിൻ്റെ യോഗ്യതകളും അവരുടെ പരിശ്രമഫലമായി ലഭിക്കുന്നത് 2 ആണെങ്കിലും
EWS സർട്ടിഫിക്കറ്റ് അവർക്ക് കൊടുക്കുന്ന ആനുകൂല്യം വളരെ വലുതാണ്. ഇത് നമ്മളെ ഓരോരുത്തരെയും കണ്ണു തുറപ്പിക്കേണ്ട വലിയ സത്യമാണ്. ഞാനിത് പറയുമ്പോൾ തന്നെ എന്നെ കേൾക്കുന്ന പല മാതാപിതാക്കളും കുട്ടികളുടെ അഡ്മിഷനോടനുബന്ധിച്ച് EWS സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുകയും അതിന് അതിയായി പരിശ്രമിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് നല്ല ചിന്തയും നല്ലൊരു പരിശ്രമവുമാണ്. അതുകൊണ്ട് EWS സർട്ടിഫിക്കറ്റ് മുന്നോക്ക വിഭാഗമായ സുറിയാനി ക്രൈസ്തവർക്ക് നമ്മുടെ രാജ്യവും സംസ്ഥാനവും ഒക്കെയും അനുവദിച്ചിരിക്കുന്ന ഒരു സംവരണമായി അതിനെ മനസ്സിലാക്കണം. 10% സംവരണം നമുക്ക് എല്ലാ മേഖലകളിലും ഇതിനുവേണ്ടി അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. ഈ അവസരം നമ്മൾ പ്രയോജനപ്പെടുത്തണം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ആദ്യമായി എനിക്ക് പങ്കുവയ്ക്കാനുള്ളത്. ഇനി 2 തരം EWS സർട്ടിഫിക്കറ്റുകളുണ്ട്. അതിനെക്കുറിച്ച് കൂടി നമ്മളൊന്ന് മനസ്സിലാക്കണം. ഒന്നാമത്തേത് കേന്ദ്ര സർക്കാർ പരിഗണനയിലുള്ള EWS സർട്ടിഫിക്കറ്റ് ആണ്. രണ്ടാമത്തേത് സംസ്ഥാന സർക്കാർ പരിഗണനയിലുള്ള EWS സർട്ടിഫിക്കറ്റ്. നമ്മൾ കേന്ദ്ര സർക്കാരിൻ്റെ പരിഗണനയിലുള്ള EWS സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കാൻ നമുക്കുണ്ടായിരിക്കേണ്ട യോഗ്യതകളെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ പരിശ്രമിക്കാം. 3 മാനദണ്ഡങ്ങളാണ് പ്രധാനമായും ഇതിന് പരിഗണിക്കപ്പെടുന്നത്. 1 കുടുംബത്തിൻ്റെ വരുമാനം, 2 കൈവശമുള്ള സ്ഥലത്തിൻ്റെ അളവ്, 3 താമസിക്കുന്ന വീടിൻ്റെ വിസ്തീർണം. ഈ 3 കാര്യങ്ങളെ പ്രധാനമായും കേന്ദ്ര സർക്കാരിൻ്റെ പരിഗണനയിലുള്ള EWS സർട്ടിഫിക്കറ്റിൻ്റെ കാര്യങ്ങളിൽ പരിഗണിക്കപ്പെടുന്നു. വാർഷിക വരുമാനം ഒരു കുടുംബത്തിൻ്റേത് 8 ലക്ഷത്തിന് ഉള്ളിലായിരിക്കണം. 8 ലക്ഷത്തിൽ കവിയാൻ പാടുള്ളതല്ല. 5 ഏക്കർ ഭൂമിയാണ് ഇതിൻ്റെ ഭൂമിയുടെ അളവായിട്ട് നിജപ്പെടുത്തിയിരിക്കുന്നത്. പഞ്ചായത്തുകളിൽ 4.5 സെന്റ് സ്ഥലവും അത് മുനിസിപ്പൽ കോർപ്പറേഷനുകളിൽ 2.1 സെന്റ് സ്ഥലവുമായിട്ടാണ് നിജപ്പെടുത്തിയിരിക്കുന്നത്. എവിടെയായിരുന്നാലും വീടിൻ്റെ വിസ്തീർണം 1000 സ്ക്വയർ ഫീറ്റിൽ കൂടാൻ പാടുള്ളതല്ല. അപ്പോൾ ഈ ചുരുങ്ങിയ കാര്യങ്ങൾ മാത്രം നമ്മുടെ ശ്രദ്ധയിൽ നമുക്ക് കൊണ്ടുവരാം. കേന്ദ്ര സർക്കാരിൻ്റെ പരിഗണനയിലുള്ള EWS സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കാൻ നമ്മുടെ കുടുംബത്തിന് 8 ലക്ഷം രൂപ വാർഷിക വരുമാനം ഉള്ള കുടുംബമല്ലെങ്കിൽ, നമ്മുടെ വീടിന് 10,000 സ്ക്വയർ ഫീറ്റ് വലിപ്പം ഇല്ലെങ്കിൽ, അതിൽ ഉപരിയായി നമ്മുടെ വീട്ടിൽ 5 ഏക്കർ സ്ഥലത്തിൽ കൂടുതൽ സ്ഥലം നമുക്കില്ലെങ്കിൽ ഇത് നമുക്ക് അർഹതയുള്ളതാണ്. ഏതെങ്കിലും കാര്യങ്ങളിൽ നമുക്ക് മാനദണ്ഡങ്ങൾ ലംഘിക്കപ്പെടുന്നുവെങ്കിൽ നമ്മൾ EWSന് പുറത്തായി പോകും. തീർച്ചയായിട്ടും എന്നെ കേൾക്കുന്ന കുടിയേറ്റത്തിൻ്റെ മക്കളായ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുമ്പോൾ ഇതൊക്കെയും നമുക്ക് മുൻപിലുള്ള സാധ്യതകളാണ് EWS സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കാനുള്ളത്. കേന്ദ്ര സർക്കാരിൻ്റെ EWS സർട്ടിഫിക്കറ്റ് നമുക്ക് പ്രദാനം ചെയ്യേണ്ടത് തഹസിൽദാരാണ്. വില്ലേജ് ഓഫീസിൽ നിന്നും വില്ലേജ് ഓഫീസർ നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച് തഹസിൽദാരാണ് നമുക്ക് കേന്ദ്ര സർക്കാരിൻ്റെ EWS സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യേണ്ടത്. അതുകൊണ്ട് നമ്മളൊന്ന് പരിശ്രമിച്ച് നോക്കണം. എനിക്ക് കേന്ദ്ര സർക്കാരിൻ്റെ EWS സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കാൻ വേണ്ടി സാധിക്കുന്നതാണോ? ഇനി നമ്മൾ കുടുംബത്തെ നിർണ്ണയിക്കുന്നതിൽ കുടുംബ വരുമാനത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ്, വാർഷിക വരുമാനത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഇതുകൂടി രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ആരാണ് കുടുംബം? ഒരു അപേക്ഷകൻ്റെ അല്ലെങ്കിൽ അപേക്ഷകയുടെ മാതാപിതാക്കൾ അടങ്ങുന്നതാണ് കുടുംബം. അപ്പോൾ അപേക്ഷകൻ്റെ മാതാപിതാക്കളുടെ വരുമാനമാണ് പരിഗണിക്കപ്പെടുന്നത്. 18 വയസ്സിന് മുകളിലുള്ള സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ വരുമാനം ഒന്നും ഇതിനോട് ചേർക്കപ്പെടുകയില്ല. ഇനി ഈ അപേക്ഷക ഒരു സ്ത്രീയാണ്, അവളെ വിവാഹം ചെയ്ത് അയച്ചതാണെങ്കിൽ ഭർത്താവിൻ്റെ വരുമാനം കൂടി കൂട്ടിച്ചേർക്കപ്പെടും. പക്ഷെ ഭർത്താവിൻ്റെ വീട്ടിലെ വരുമാനത്തെ കൂട്ടിച്ചേർക്കുകയില്ല. എങ്കിലും വിവാഹം കഴിഞ്ഞ് 6 മാസത്തിന് ശേഷമാണ് ഈ അപേക്ഷ നൽകുന്നതെങ്കിൽ അപേക്ഷ നൽകേണ്ടത് ഭർത്താവിൻ്റെ വില്ലേജ് ഓഫീസിലായിരിക്കും എന്നുള്ള കാര്യവും കൂടി ഓർത്തിരിക്കാം നമുക്ക്. അതുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ EWS സർട്ടിഫിക്കറ്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇത്രമാത്രം. ഇതിൻ്റെ മാനദണ്ഡങ്ങൾ നമ്മൾ മറക്കരുത്. നമുക്ക് സ്വന്തമാക്കാൻ വേണ്ടി കിട്ടുന്ന നല്ലൊരവസരമാണ്. ഇനി സംസ്ഥാന സർക്കാരിൻ്റെ EWS സർട്ടിഫിക്കറ്റിനെ കുറിച്ചാണ് പറയാനുള്ളത്. സംസ്ഥാന സർക്കാരിൻ്റെ EWS സർട്ടിഫിക്കറ്റിൽ നമുക്ക് അല്പം കൂടി ആനുകൂല്യങ്ങൾ കൂടുതലാണ്, എളുപ്പമാണ്. വാർഷിക വരുമാനം 4 ലക്ഷത്തിൽ കവിയരുത്. ഇതാണ് ഒന്നാമത്തെ മാനദണ്ഡം. വീടിൻ്റെ വിസ്തീർണത്തെക്കുറിച്ച് പ്രത്യേക പരാമർശങ്ങളൊന്നുമില്ല. അതുകൊണ്ട് വീടിൻ്റെ വിസ്തീർണം സംസ്ഥാന സർക്കാരിൻ്റെ EWS സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കാൻ നമുക്കൊരു വിവാദമാകില്ല. പഞ്ചായത്തുകളിൽ 2.5 ഏക്കർ ഭൂമിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അത് മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ 75 സെൻറ്റ്, കോർപ്പറേഷനിലാണെങ്കിൽ 50 സെൻറ്റ്.
ഇത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് സംസ്ഥാന സർക്കാരിൻ്റെ EWS സർട്ടിഫിക്കറ്റിനെ കുറിച്ച് കരസ്ഥമാക്കാൻ വേണ്ട മാനദണ്ഡങ്ങളായി നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കപ്പെടുന്നത്. നിങ്ങൾ മറക്കരുത്, നമ്മൾ ഓർക്കേണ്ട 3 കാര്യങ്ങൾ: 4 ലക്ഷത്തിൽ വാർഷിക വരുമാനം കവിയരുത്, ഒപ്പം വീടിൻ്റെ വിസ്തീർണം ബാധകമല്ല, പഞ്ചായത്തിൽ ആണെങ്കിൽ 2.5 ഏക്കർ, മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ 75 സെന്റ്, കോർപ്പറേഷനാണെങ്കിൽ 50 സെന്റ്. തീർച്ചയായിട്ടും നമ്മളിൽ ഒത്തിരി പേർക്ക് ഈ മാനദണ്ഡങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ EWS സ്വന്തമാക്കാൻ വേണ്ടി സാധിക്കും. ഇതാണ് പ്രധാനമായിട്ടും 2 തരത്തിലുള്ള EWS സർട്ടിഫിക്കറ്റുകളെ കുറിച്ചുള്ള വിവരം. ഇനി നമുക്ക് EWS സർട്ടിഫിക്കറ്റ് കൊണ്ട് യഥാർത്ഥത്തിൽ ഉപയോഗം നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ ഭാഗങ്ങളിലാണ് നമുക്ക് ലഭിക്കുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ, അവരുടെ പ്രവേശന പരീക്ഷകളിൽ, അവരുടെ ജോലി സാധ്യതകളിൽ ഇത് വലിയ ഒരു ദിശാബോധം നമുക്ക് തരുന്നുണ്ട്. അതിലേറെ നമ്മളെ കൈപിടിച്ച് ഉയർത്തുന്നുണ്ട്. എല്ലാവർക്കും PSCയുടെ റാങ്ക് ലിസ്റ്റിനെ കുറിച്ചൊക്കെ വളരെ കൗതുകമുള്ള ആൾക്കാരാണ് എന്നെ കേൾക്കുന്നവർ. PSCയുടെ റാങ്ക് ലിസ്റ്റ് എങ്ങനെയാണ് പുറപ്പെടുവിക്കുന്നതെന്ന് നമുക്കറിയാം. നമ്മൾ ഓരോരുത്തരും ഈ PSCയുടെ റാങ്ക് ലിസ്റ്റ് കാണുമ്പോൾ ഒന്നാമതായിട്ട് ജനറൽ കാറ്റഗറി, രണ്ടാമതായിട്ട് റിസർവേഷൻ, 3 വീണ്ടും ജനറൽ, 4 വീണ്ടും റിസർവേഷൻ, ഇങ്ങനെ കടന്നു പോകുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുന്നത് പിന്നീട് പല അവസരങ്ങളിലും EWS 9ാമതായിട്ട് പരിഗണിക്കപ്പെടുന്നതായിട്ട് കാണുന്നു. അങ്ങനെ 9ാമതായിട്ട് പരിഗണിക്കപ്പെടുന്ന EWS 19ാമതായി പരിഗണിക്കപ്പെടുന്നു, പിന്നീട് 29ാമതായി പരിഗണിക്കപ്പെടുന്നു, 39ാമതായിട്ട് പരിഗണിക്കപ്പെടുന്നു. നമ്മുടെ മക്കൾക്ക് ബാക്കി എവിടെയും ജോലി കിട്ടാൻ അവസരമുള്ളപ്പോഴും നിങ്ങൾ ഓർത്തു നോക്കുക, EWS ഒരു സംവരണ കാറ്റഗറിയായിട്ട് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ, ഒരാനുകൂല്യമായി നമ്മുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ, നമ്മുടെ ഒരു അവകാശമായി ഈ ലിസ്റ്റിലെല്ലാം കടന്നു വരുമ്പോൾ ഇവയെ ഉൾക്കൊള്ളാൻ, ഇതിനോട് ഭാഗമാകാൻ നമുക്ക് പരിശ്രമിക്കണം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞ ഒരു SSLC പരീക്ഷ പൂർത്തിയാക്കി +1 അഡ്മിഷൻ കാത്തിരുന്ന ഒരാളുടെ അനുഭവം നിങ്ങൾ മറക്കരുത്. 4A+കാരൻ അവൻ ആഗ്രഹിക്കുന്ന സ്കൂളിൽ, ആഗ്രഹിക്കുന്ന വിഷയത്തിൽ ആദ്യം പ്രവേശനം നേടുന്നത് നിങ്ങൾ മറന്നു പോകരുത്. EWS നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുന്നു എന്നതിനെക്കുറിച്ച് കൂടി നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. EWS സർട്ടിഫിക്കറ്റ് എങ്ങനെ നമുക്ക് പ്രയോജനപ്പെടുന്നു എന്നതുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇക്കണോമിക്കലി വീക്കർ സെഷൻ ഞാൻ നിങ്ങളോട് ആദ്യ ഭാഗത്ത് പറഞ്ഞിരുന്നത് പോലെ തന്നെ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. മുന്നോക്ക വിഭാഗത്തിൽ സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിൽ നിലനിൽക്കുന്നവരെ വിദ്യാഭ്യാസ മേഖലയിലും പ്രവേശന പരീക്ഷകളിലും ജോലി മേഖലകളിലും മുൻപോട്ട് കൊണ്ടുവരാനുള്ള ഒരു മുഖ്യധാര പ്രവേശക വഴിയാണ് ഈ EWS സർട്ടിഫിക്കറ്റ് നമുക്ക് പ്രദാനം ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ മുന്നോക്ക വിഭാഗമാണ് എന്നതിൻ്റെ പേരിൽ തമസ്കരിക്കപ്പെടുന്നു എന്നതിനേക്കാൾ മുന്നോക്ക വിഭാഗത്തിലെ പിന്നോക്ക അവസ്ഥയിൽ നിലനിൽക്കുന്നവർ എന്ന നിലയിൽ നമുക്ക് കിട്ടുന്ന സംവരണമാണ്. ഈ സംവരണാനുകൂല്യം നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ഞാൻ പരിചയപ്പെട്ട മിടുമിടുക്കനായ ഒരു ചെറുപ്പക്കാരൻ, അവൻ സിവിൽ പരീക്ഷയ്ക്കായിട്ട് ഒരുങ്ങുകയാണ്. അവൻ്റെ ജീവിതത്തിലെ വലിയ ഒരു ആഗ്രഹമാണ് ഒരു സിവിൽ സർവീസ് നേടിയെടുക്കുക എന്നുള്ളത്. പല തവണകളിൽ പരീക്ഷ എഴുതി. ഒത്തിരി പേര് കാണുന്നവരെല്ലാം അവനെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, നിനക്ക് പറ്റും, കാരണം സ്കൂളുകളിലെല്ലാം മിടുക്കനായി പഠനം പൂർത്തീകരിച്ചവനാണ്. അവന് 1073% മാർക്ക് പ്രിലിമിനറിയിൽ കിട്ടുന്നുണ്ട്. പക്ഷേ 75% മാർക്കാണ് അവന് വേണ്ടത്. അവൻ ഇങ്ങനെ കടന്നു പോകുന്ന വഴികളിൽ EWS സർട്ടിഫിക്കറ്റിനെ കുറിച്ച് പള്ളിയിൽ വായിക്കപ്പെട്ട ഒരു ഇടയലേഖനം കേട്ടു. ഇത് വിവരവും ബോധവും സ്വപ്നങ്ങൾക്ക് ചിറകുകളുമുള്ള ഈ ചെറുപ്പക്കാരനിൽ ഒരു കൗതുകം ഉളവാക്കി. അവൻ അങ്ങനെ വില്ലേജ് ഓഫീസറെ സമീപിച്ച് ഈ EWS സർട്ടിഫിക്കറ്റിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അവൻ അറിഞ്ഞു. അങ്ങനെ ആ വലിയ ബോധ്യത്തിലൂടെ അവൻ EWS സർട്ടിഫിക്കറ്റ്, കേന്ദ്ര സർക്കാരിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ EWS സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കുകയാണ്. EWS സർട്ടിഫിക്കറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞു പോകുമ്പോൾ തന്നെയും ഇത് അപേക്ഷ വെച്ച് ഇത് ലഭിക്കുന്നത് തൊട്ട് 1 വർഷം കാലാവധിയാണ് ഈ EWS സർട്ടിഫിക്കറ്റിനുള്ളത്. ഈ ചെറുപ്പക്കാരന് അടുത്ത പരീക്ഷയിൽ ലഭിക്കുന്നത് 71% മാർക്കാണ്. പക്ഷേ EWS സർട്ടിഫിക്കറ്റിൻ്റെ ആനുകൂല്യത്തോടെ അവൻ പ്രിലിമിനറി പാസ്സായി എന്നുള്ള സന്തോഷ വാർത്തയാണ് അവൻ അറിയിച്ചത്. ഓർക്കുക, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിയുണ്ട്, കഴിവുണ്ട്, അതിലേറെ അവർക്ക് സാമർഥ്യമുണ്ട്. അവരെ സഹായിക്കാൻ ഒരു സഹായകന്റെ വേഷത്തിൽ EWS സർട്ടിഫിക്കറ്റിന് എത്താൻ സാധിക്കുമ്പോൾ
അത് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ വരുന്ന തലമുറയുടെ ജീവിതത്തിലും പുതിയ ദിശാബോധം നൽകും. അതുകൊണ്ട് EWS സർട്ടിഫിക്കറ്റ് എപ്രകാരം പ്രയോജനപ്പെടുന്നു എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ പരിശ്രമങ്ങൾക്കൊപ്പം നമുക്ക് ലഭിക്കപ്പെടുന്ന വലിയൊരു സംവരണവും ആനുകൂല്യവുമാണ്. നമ്മുടെ മക്കൾക്ക് വിദ്യാഭ്യാസം ഒരുക്കുവാൻ വേണ്ടി ഒത്തിരി പണം ചെലവഴിക്കുന്ന മാതാപിതാക്കൾ എന്നെ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ഓർക്കുക, നമുക്ക് അർഹതപ്പെട്ടത്, നമുക്ക് അവകാശപ്പെട്ടത് നമ്മുടെ മക്കൾക്ക് നമുക്ക് നേടിക്കൊടുക്കാൻ വേണ്ടി പറ്റുന്നത് ചിലപ്പം EWS സർട്ടിഫിക്കറ്റിലൂടെയുള്ള നമ്മുടെ സപ്പോർട്ടായിരിക്കും. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു അറിവിലൂടെയും പരിശ്രമത്തിലൂടെയും നമ്മൾ കടന്നു പോകണമെന്ന് തലശ്ശേരി അതിരൂപത അതിൻ്റെ ഹെൽപ്പ് ഡെസ്കിലൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ പരീക്ഷാ മേഖലകളിലും ഈ കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ്. ഞാൻ നിങ്ങളോട് സിവിൽ സർവീസിനൊരുങ്ങുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ഉദാഹരണം പറഞ്ഞു, 10ാം ക്ലാസ് പൂർത്തീകരിക്കപ്പെട്ട ഒരു കുട്ടിയുടെ ഉദാഹരണം പറഞ്ഞു. അപ്പോൾ നമ്മൾ കണ്ടുമുട്ടുന്ന PSC റാങ്ക് ലിസ്റ്റിൽ EWS സർട്ടിഫിക്കറ്റിനുള്ള പ്രാധാന്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി. ഇത്തരത്തിൽ നമ്മുടെ നെറ്റ് എക്സാം, ഡിഗ്രി കോളേജുകളിലേക്കുള്ള നമ്മുടെ പ്രവേശന പരീക്ഷകളിൽ പ്രവേശനത്തിലെല്ലാം ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലേക്ക് പ്രവേശനം അനുവദിക്കപ്പെടുമ്പോൾ നമ്മുടെ കുട്ടികൾ +2 മാർക്കിനോടൊപ്പം EWS സംവരണം കൂടി ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ അവരാഗ്രഹിക്കുന്ന നല്ല കോളേജുകളിൽ അവരുടെ പ്രവേശനം ഉറപ്പുവരുത്തുവാനും വിദ്യാഭ്യാസം നേടുവാനും അവർക്ക് സാധിക്കും. കാരണം ഗവൺമെൻറ് കോളേജുകളിലൊക്കെയും കുഞ്ഞുങ്ങൾ ഇത്തരം ആനുകൂല്യങ്ങൾ ലഭിക്കാത്തതിൻ്റെ പേരിൽ മാറിപ്പോവുകയും സ്വാശ്രയ കോളേജുകളെ മാത്രം ആശ്രയിക്കുകയും ചെയ്യേണ്ടി വരുന്ന അവസ്ഥ മാറി സർക്കാർ പ്രദാനം ചെയ്യുന്ന സൗജന്യ വിദ്യാഭ്യാസം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗതയുമാക്കി മാറ്റാൻ നമുക്കും പരിശ്രമിക്കാം. ഒപ്പം മെഡിക്കൽ എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റുകൾ പുറപ്പെടുവിക്കപ്പെടുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുന്നത് മറ്റൊരു വലിയ യാഥാർത്ഥ്യമാണ്. വളരെ പ്രത്യേകമായി നീറ്റ് എക്സാം ഒത്തിരി പേര് എഴുതുന്ന ഒരു എക്സാമാണ്. അതിൻ്റെ ജനറൽ മെറിറ്റ് എന്ന് പറയുന്നത് 800-850 റാങ്കുകളിലാണെങ്കിൽ EWS സർട്ടിഫിക്കറ്റ് ആനുകൂല്യത്തോടുകൂടി 2000 റാങ്ക് കിട്ടുന്നവർക്ക് വരെ ഗവൺമെൻറ് കോളേജുകളിൽ പഠിക്കാനുള്ള വലിയ ആനുകൂല്യം ലഭിക്കുന്നു. നിങ്ങൾ ഓർത്തു നോക്കുക, നിങ്ങളുടെ കുഞ്ഞിന് 1800ാമത്തെ റാങ്കാണ് ഉള്ളതെങ്കിൽ അത് സാധാരണയിൽ ജനറൽ കാറ്റഗറിയിലാണെങ്കിൽ ആ റാങ്ക് ലഭിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പ്രവേശനം ലഭിക്കില്ല. പക്ഷേ 1800 റാങ്കുള്ള നിങ്ങളുടെ കുട്ടി EWS സർട്ടിഫിക്കറ്റിൽ ആനുകൂല്യത്തോടെയാണ് പ്രവേശനം ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കും. അതുകൊണ്ട് നീറ്റൊക്കെ എഴുതാൻ വലിയ ക്യൂ ആണ്, വലിയ ആൾക്കൂട്ടമാണ്. പക്ഷേ എഴുതാൻ പോകുന്നതിന് മുൻപ് ഒന്ന് ചിന്തിക്കണേ, നമുക്ക് EWS സർട്ടിഫിക്കറ്റ് ഉണ്ടോ? ഇല്ലെങ്കിൽ അത് സ്വന്തമാക്കണം. എന്നിട്ട് കുട്ടികളെ അവരുടെ പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് പറഞ്ഞയക്കണം. സുനിശ്ചിതമായും ബുദ്ധിയുള്ളവരാണ്, അറിവുള്ളവരാണ്, കഠിനാധ്വാനത്തിൻ്റെ മനസ്സും ഹൃദയവും ഉള്ളവരാണ്. അവർക്ക് അർഹതപ്പെട്ട EWSൻ്റെ സപ്പോർട്ട് കൂടി നമുക്ക് മാതാപിതാക്കൾക്ക് പ്രദാനം ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായാൽ തീർച്ചയായും അത് വലിയ ഒരു അനുഗ്രഹമായി തീരും. നമ്മൾ BDSൻ്റെ കാര്യം നോക്കുമ്പോഴും ഒത്തിരി പേര് പോകുന്ന ഒരു കോഴ്സാണ് BDS കോഴ്സൊക്കെയും. 4000 റാങ്ക് ലിസ്റ്റിൽ വരുന്ന ഒരാൾക്ക് ഗവൺമെൻറ് കോളേജുകളിൽ പ്രവേശനം ലഭിക്കും EWS സർട്ടിഫിക്കറ്റിൻ്റെ സഹായത്തോടു കൂടി. ഇങ്ങനെ തന്നെയാണ് B.Pharm-നെ കുറിച്ച് ചിന്തിക്കുമ്പോഴും മറ്റ് കോഴ്സുകളെ കുറിച്ചും ആയുർവേദ കോളേജുകളുടെ പ്രവേശനത്തെക്കുറിച്ചെല്ലാം പഠിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴും നമുക്ക് ലഭിക്കുന്നത്. ഇനി എഞ്ചിനീയറിംഗ് ഒത്തിരി പേരുടെ സ്വപ്നമാണ്. നമുക്കും എഞ്ചിനീയറിംഗ് കോളേജും മറ്റ് സംവിധാനങ്ങളും ഒക്കെയുണ്ട്. നമ്മളും എഞ്ചിനീയറിംഗിൻ്റെ പ്രവേശനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ 1000 റാങ്കുകൾ പരിഗണിക്കപ്പെടുന്നിടത്ത് EWS സർട്ടിഫിക്കറ്റിൻ്റെ സപ്പോർട്ടോടുകൂടി 4000 റാങ്കുകാർ വരെ പ്രവേശനം നേടുന്നതായി എളുപ്പത്തിൽ കണ്ടുമുട്ടുന്നു. അതുകൊണ്ട് EWS സർട്ടിഫിക്കറ്റ് പിന്നിലായ നമ്മളെ മുൻപിലേക്ക് കൊണ്ടുവരാനുള്ള വലിയൊരു ചാലകമാണ്. അത് വലിയൊരു തിരിച്ചറിവിൻ്റെ ചാലകമായി, നമ്മുടെ സമുദായത്തിൻ്റെ ചാലകമായി നമ്മൾ തിരിച്ചറിയണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. സുറിയാനി ക്രൈസ്തവർക്ക് അർഹതപ്പെട്ട EWS സംവരണം അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ, കൂടെയാക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം. ഒത്തിരി പേര് പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് നെറ്റ് പരീക്ഷയ്ക്ക് വേണ്ടിയൊക്കെ അവസരം കാത്തിരിക്കുന്നവരാണ്. നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് പൂർത്തീകരിക്കുന്നവരാണ് പിന്നീട് റിസർച്ച് നടത്താൻ യോഗ്യതയുള്ളവരായി മാറുന്നത്. ഇതിനൊപ്പം JRF നേടുന്നവരാണ് നല്ല റിസർച്ച് സൗജന്യമായി നടത്താൻ യോഗ്യത നേടുന്നവർ. അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം. ഈ നെറ്റ് എക്സാമിനൊക്കെ പരിശ്രമിക്കുമ്പോഴും ഒത്തിരി തവണകൾ പരിശ്രമിച്ചിട്ട് ലഭിക്കാതെ വരുമ്പോൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, അതിലൊക്കെയും നമുക്ക് 10% സംവരണം നൽകപ്പെട്ടിട്ടുണ്ട്. പക്ഷേ EWS സർട്ടിഫിക്കറ്റ് നമുക്കുണ്ടോ?
ഉണ്ടെങ്കിൽ തീർച്ചയായും എഴുതുക. അങ്ങനെയെങ്കിൽ നെറ്റ് കരസ്ഥമാക്കാൻ, നെറ്റ് എക്സാം ക്ലിയർ ചെയ്യുവാൻ, ഒപ്പം JRF നേടുവാൻ, അതിലൂടെ നമ്മുടെ റിസർച്ചിൻ്റെ പുതിയ ലോകത്തിലേക്ക് നമ്മുടെ ഒരു പുതിയ തലമുറയ്ക്ക് കടന്നു ചെല്ലാൻ വലിയൊരു അവസരം. അതുകൊണ്ട് EWS സർട്ടിഫിക്കറ്റ് ഞാൻ ആവർത്തിച്ച് പറയുന്നത് പോലെ പിന്നിലായിരിക്കുന്ന നമ്മെ മുൻപോട്ട് കൊണ്ടുവരുന്ന ഒരു ചാലകമാണ്, ഉപാധിയാണ്. അതുകൊണ്ട് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് മുൻനിരയിലേക്ക് എത്തപ്പെടാനാണ്. വിദേശങ്ങളിലെ ഓഫറുകൾ തേടി നമ്മൾ എന്നും പോകുമ്പോൾ സ്വദേശത്ത് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ ആനുകൂല്യത്തെക്കുറിച്ച്, ഈ സംവരണത്തെക്കുറിച്ച് അറിയാതെ പോകരുതെന്ന് തലശ്ശേരി അതിരൂപത അതിയായി ആഗ്രഹിക്കുന്നു എന്നതാണ് ഈ വീഡിയോയ്ക്ക് പിന്നിലുള്ള യാഥാർത്ഥ്യം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസവും സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒരുക്കുന്നതിനോടൊപ്പം നമുക്ക് അർഹതപ്പെട്ട, നമുക്ക് അവകാശപ്പെട്ട ഈ EWS സർട്ടിഫിക്കറ്റ് കൂടി കരസ്ഥമാക്കുന്നു എന്നുള്ളത് തിരിച്ചറിവ് നേടാം. ഞാനിത് പറയുമ്പോൾ തന്നെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, കേന്ദ്ര സർക്കാരിൻ്റെ EWS സർട്ടിഫിക്കറ്റ് ഉണ്ട്, സംസ്ഥാന സർക്കാരിൻ്റെ EWS സർട്ടിഫിക്കറ്റ് ഉണ്ട്. രണ്ടിൻ്റെയും മാനദണ്ഡങ്ങൾ വ്യത്യസ്തമാണ്. ആദ്യ ഭാഗത്ത് പറഞ്ഞ കാര്യങ്ങൾ ഇത് മറന്നു പോകരുത്. വില്ലേജ് ഓഫീസറെയാണ് നമ്മളിത് സമീപിക്കേണ്ടത്. നമുക്കിത് നിഷേധിക്കപ്പെടാൻ പാടില്ലാത്തൊരു കാര്യമാണ്. നമ്മൾ യോഗ്യതയുള്ളവരാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് കിട്ടാൻ അവസരമുണ്ട്. അതുകൊണ്ട് EWSനെ കുറിച്ചുള്ള അറിവും ആ സർട്ടിഫിക്കറ്റ് നേടാനുള്ള നമ്മുടെ പരിശ്രമവും നമ്മുടെ പിന്നോക്കാവസ്ഥയെ മാറ്റാൻ നിദാനമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതുകൊണ്ട് EWS സർട്ടിഫിക്കറ്റിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങൾ കൂടുതൽ പുതിയ മേഖലകളിലേക്ക്, അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെയും പ്രവേശന പരീക്ഷകളുടെയും അതിലുപരിയായി ജോലി സാധ്യതകളുടെയും എല്ലാ മേഖലകളിലേക്ക് മുൻപോട്ട് കടന്നു വരട്ടെ. അങ്ങനെ പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്ന വേളയിൽ നമ്മുടെ സമുദായവും നമ്മുടെ സമൂഹവും വളരട്ടെ. പുതിയൊരു ദിശാബോധം EWSനെ കുറിച്ചുള്ള അറിവ് നമുക്ക് നൽകട്ടെ.